ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സ്വാമിത്വ പദ്ധതി ഗ്രാമീണ ഇന്ത്യയെ സ്വാശ്രയമാക്കുകയും ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഉയർന്ന കോവിഡ് രോഗമുക്തിയുള്ള രാജ്യമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത്. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 9,347 പേർക്ക്. രോഗമുക്തി നേടിയത് 8,924 പേർ. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിലേക്കുള്ള 46 സ്ഥാനാർത്ഥികളുടെ പട്ടിക ബിജെപി പുറത്തിറക്കി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ പുരോഗമിക്കുന്നു. ഏറ്റുമുട്ടുന്നത് ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചും രണ്ടാം നമ്പർ താരം റഫേൽ നദാലും. വാർത്തകൾ വിശദമായി. സ്വാമിത്വ പദ്ധതി രാജ്യത്തെ ഗ്രാമങ്ങളിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമിത്വ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വത്ത് കാർഡുകളുടെ വിതരണോദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി ആത്മനിർഭർ ഭാരതത്തിന്റെ മറ്റൊരു ചുവടുവയ്പ്പാണെന്നും പ്രോപ്പർട്ടി റെക്കോർഡുകൾ ഉടമകൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തുന്നതിന് കാരണമാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. വിശദാംശങ്ങളുമായി അരവിന്ദ്. സ്വാമിത്വ പദ്ധതി ഗ്രാമീണ ഇന്ത്യയിലെ ജനങ്ങളെ സ്വാശ്രയരാക്കുകയും ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവഴി സ്വയം തൊഴിൽ തേടുന്നവർക്കും സംരംഭകർക്കും പുതിയ സാധ്യതകൾ തെളിയും. സ്വന്തം സമ്പത്തിന് രേഖ ഉണ്ടാകുകയും സമ്പത്തിൽ അധികാരം ലഭിക്കുകയും ചെയ്യുമ്പോൾ സമ്പത്തിനൊപ്പം വ്യക്തിയുടെ ജീവിതവും സുരക്ഷിതമാകുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സ്വത്തുക്കൾക്ക് രേഖ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിലൂടെ ഗ്രാമീണർക്ക് തങ്ങളുടെ വസ്തുവിന്റെ കൊടുക്കൽ വാങ്ങലുകൾ എളുപ്പത്തിൽ നടത്താനാകും. ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്നതിനും മറ്റു സാമ്പത്തിക സഹായങ്ങൾ നേടുന്നതിനുമുള്ള ആസ്തി രേഖയായി സ്വത്ത് കാർഡുകൾ ഉപയോഗിക്കാനാകും. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും പ്രോപ്പർട്ടി കാർഡുകളുടെ വിതരണം സർക്കാർ ഉറപ്പാക്കുമെന്ന് ശ്രീ മോദി അറിയിച്ചു. മധ്യപ്രദേശ്, യുപി, ഹരിയാന, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിലെ ഗുണഭോക്താക്കളുമായി സംവദിച്ച പ്രധാനമന്ത്രി പ്രോപ്പർട്ടി കാർഡ് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഉറപ്പു നൽകി. ആദ്യഘട്ടത്തിൽ ഈ 6 സംസ്ഥാനങ്ങളിലെ 6 ലക്ഷത്തിലധികം ഗ്രാമീണർക്കാണ് പ്രോപ്പർട്ടി കാർഡുകൾ നൽകിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 70 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 74,383 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 86.17% ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 60 ലക്ഷത്തിലധികം പേരാണ് കോവിഡ് മുക്തരായത്. ഏറ്റവും കൂടുതൽ രോഗമുക്തിയുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് മന്ത്രാലയം ട്വീറ്റ് ചെയ്തു. ഇന്നലെ 918 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 1,80,334 ആയി. കോവിഡ് പശ്ചാത്തലത്തിൽ ഉത്സവകാലത്ത് എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. ഉത്സവ സമയത്ത് വലിയ തോതിലുള്ള ഒത്തുകൂടൽ ഒഴിവാക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. സൺഡേ സംവാദിന്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആരാധനാലയങ്ങളിലും മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ഇന്ന് 9,347 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8,924 പേർ രോഗമുക്തി നേടി. ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗമുക്തിയാണിത്. 105 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 8,216 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 821 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 96,316 പേരാണ് നിലവിൽ കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളത്. ഇന്ന് 12 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ കോവിഡ് കേസുകൾ കുറയുന്നതായി റിപ്പോർട്ട്. ഇന്ന് 4 മരണവും 320 പുതിയ കേസുകളുമാണ് ഇവിടെ സ്ഥിരീകരിച്ചത്. 4,695 പേരാണ് പുതുച്ചേരിയിൽ നിലവിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,75 ലക്ഷം പിന്നിട്ടു. 10,78,000-ലധികം പേർക്കാണ് ഇതുവരെ ജീവഹാനി ഉണ്ടായത്. 2,81,00,000-ലധികം പേർ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ 26 ലക്ഷത്തിലധികം പേരാണ് ചികിത്സയിലുള്ളത്. മരണസംഖ്യ 2,19,000 പിന്നിട്ടു. രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. ഭൂരിഭാഗവും നക്സൽ ബാധിത മേഖലകളായതിനാൽ പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം രണ്ടാം ഘട്ടത്തിൽ 17 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 94 നിയമസഭാ മണ്ഡലങ്ങളിൽ അടുത്ത മാസം 3-നാണ് വോട്ടെടുപ്പ്. ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള 46 സ്ഥാനാർത്ഥികളുടെ പട്ടിക ബിജെപി പുറത്തിറക്കി. മന്ത്രി നന്ദ്കിഷോർ യാദവ്, എംഎൽഎ നിതിൻ നവീൻ, മുൻ എംപി ഓംപ്രകാശ് യാദവ്, നിതിൻ മിശ്ര എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നവംബർ 3-ന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഈ 46 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. 5 സംസ്ഥാനങ്ങളിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും ബിജെപി പുറത്തിറക്കി. ഗുജറാത്ത്, മണിപ്പൂർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലേക്കുള്ള പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ബിജെപിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ വിജയരാജെ സിന്ധ്യയുടെ സ്മരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 100 രൂപ നാണയം പുറത്തിറക്കും. ഗ്വാളിയറിന്റെ രാജമാത എന്നറിയപ്പെടുന്ന വിജയരാജെ സിന്ധ്യയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് നാണയം പുറത്തിറക്കുന്നത്. മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂമുകളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ 11 മണിക്ക് നിർവഹിക്കും. കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് ഹൈടെക് സ്മാർട്ട് ക്ലാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. എന്റെ ശബ്ദം നമ്മുടെ തുല്യഭാവി എന്നതാണ് ഇക്കൊല്ലത്തെ ദിനാഘോഷങ്ങളുടെ പ്രമേയം. ഈ ബാലികാ ദിനത്തിൽ ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്ന നയത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആവശ്യപ്പെട്ടു. പെൺകുട്ടികളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി കെ ശൈലജ പറഞ്ഞു. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ബാലികാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് ഫൈനൽ പുരോഗമിക്കുന്നു. ലോക 1-ാം നമ്പർ താരമായ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചും 2-ാം നമ്പർ താരമായ സ്പെയിനിന്റെ റഫേൽ നദാലുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അതിനിടെ ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ പോളിഷ് കൌമാരതാരം ഈഗ ഷ്യാൻടെക് കന്നിക്കിരീടം സ്വന്തമാക്കിയിരുന്നു. ഐപിഎൽ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 5 വിക്കറ്റ് വിജയം. ടോസ് നേടിയ ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാൻ ഒരു ബോൾ ബാക്കി നിൽക്കെ 163 റൺസ് നേടി വിജയലക്ഷ്യം മറികടന്നു. രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. മത്സരം പുരോഗമിക്കുകയാണ്. ഹാത്രസ് സംഭവത്തിൽ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘം രൂപീകരിച്ചതായി സിബിഐ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേസ് സിബിഐ ഏറ്റെടുക്കണമെന്ന യുപി സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 70ാം പതിപ്പ് ഈ മാസം 25-ാം തീയതി രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനും പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലുള്ള പരിഭാഷയും ഉണ്ടാകും. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ഒരു ദിവസം ജോലി ചെയ്ത് 18 വയസ്സുകാരി. ഡൽഹിയിൽ നിന്നുള്ള ചൈതന്യ വെങ്കടേശ്വരനാണ് ഈ അതുല്യ അവസരം ലഭ്യമായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് യുകെയിൽ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന നയതന്ത്രജ്ഞയാകാൻ ചൈതന്യ വെങ്കടേശ്വരന് അവസരം ലഭിച്ചത്. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യുക, സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് 2017 മുതൽ എല്ലാ വർഷവും 18-നും 23-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ഒരു ദിവസത്തേക്ക് ഹൈക്കമ്മീഷണറായി നിയമിക്കുന്നത്. ഉത്തർപ്രദേശിൽ 9 മുതൽ 12 വരെ ക്ലാസുകളിലേക്കുള്ള കുട്ടികൾക്കായി ഈ മാസം 19 മുതൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം യുപി സർക്കാർ ഇന്നലെ പുറത്തിറക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാമിത്വ പദ്ധതി ഗ്രാമീണ ഇന്ത്യയെ സ്വാശ്രയമാക്കുകയും ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഉയർന്ന കോവിഡ് രോഗമുക്തിയുള്ള രാജ്യമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 9347 പേർക്ക്. രോഗമുക്തി നേടിയത് 8924 പേർ. ബീഹാറിൽ 1-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 2ാം ഘട്ടത്തിലേക്കുള്ള 46 സ്ഥാനാർത്ഥികളുടെ പട്ടിക ബിജെപി പുറത്തിറക്കി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ പുരോഗമിക്കുന്നു. ഏറ്റുമുട്ടുന്നത് 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചും 2-ാം നമ്പർ താരം റഫേൽ നദാലും. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.